ISL എന്തായാലും ഒരു ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയമാണ്. വരുന്ന 21-ാം തീയതിയാണ് ഇനി ISL മത്സരങ്ങൾ പുനരാരംഭിക്കുകയുള്ളൂ. നിലവിൽ 3 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നടന്ന മത്സരത്തിൽ, അതായത് ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഓരോ ടീമിന്റെയും മത്സരം കാണാൻ എത്തിയ കാണികളുടെ എണ്ണം ഒന്ന് നോക്കാം. ഹോം മാച്ചിന്റെ സ്റ്റേഡിയം അറ്റൻഡൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ സീസണിൽ ആദ്യമായി ISL കളിക്കുന്ന പഞ്ചാബ് FC യിൽ നിന്ന് തന്നെ തുടങ്ങാം. പഞ്ചാബ് FC യുടെ കളി കാണാൻ എത്തിയത് ഏകദേശം 5900 കാണികളാണ്. ഒഡീഷ FC യുടെ മത്സരം കാണാൻ 4100 കാണികളാണ് എത്തിയത്. ഇതിൽ ഏറ്റവും കുറവ് കാണികൾ എത്തിയത് ഒഡീഷയുടെ ഹോം മാച്ചിന് തന്നെയായിരുന്നു. ബംഗളൂരു FC യുടെ മത്സരത്തിന് എത്തിയത് 5900-ഓളം കാണികളാണ്. ഇനി മുംബൈ FC യുടെ ഹോം മത്സരം നോക്കുകയാണെങ്കിൽ ഏകദേശം 6900 കാണികൾ എത്തി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മത്സരത്തിന് എത്തിയത് 7300 കാണികളും ചെന്നൈ FC യുടെ ഹോം മാച്ചിന് എത്തിയത് 8500-ഓളം കാണികളാണ്. അടുത്തത് ഗോവ FC ആണ്. ഏകദേശം 8750 കാണികളാണ് ഗോവ മത്സരത്തിനെത്തിയത്. ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടിൽ എത്തിയത് 11600 കാണികളും. നല്ലൊരു ആരാധക പിന്തുണയുള്ള ടീമായി മാറുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ. ജംഷഡ്പൂർ FC യുടെ മത്സരത്തിനെത്തിയത് 21200 കാണികളാണ്. ആരാധക പിന്തുണയിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ടീം. ഇനി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 27500-ഓളം കാണികളാണ് മോഹൻ ബഗാന്റെ തട്ടകത്തിൽ എത്തിയത്. ഇനിയാണ് മാസ്. കാണികളുടെ അല്ല, ആരാധകരുടെ കാര്യത്തിൽ ലോക ഫുട്ബോളിൽ തന്നെ മുൻപന്തിയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ചിനെത്തിയത് 35000-ഓളം കാണികളാണ്. അതായത് ISL ഏറ്റവും ആരാധക പിന്തുണയുള്ള ടീം എന്ന് തന്നെ പറയാം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിൽ ജംഷഡ്പൂരും മോഹൻ ബഗാനും കൂടി മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മത്സരങ്ങളിലും നോക്കിയാൽ അറിയാം 10000-ഓ അതിൽ താഴെയോ മാത്രമാണ് സ്റ്റേഡിയം അറ്റൻഡൻസ്. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.